മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 33-ാമത്തെ ദശകത്തിൽ 1-2 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ആദ്യത്തെ ശ്ലോകം, 1-ാമത്തെ ശ്ലോകം. വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാതനാഭാഗനാമകനരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോപി രേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. അംബരീഷൻ്റെ ചരിത്രം പറയാൻ തുടങ്ങാണ് ഇനി ഈ ദശകത്തിൽ. അംബരീഷൻ എന്നുള്ളതായ രാജാവിനെ കുറിച്ച് ആണ് പറയണത്. അതിൽ വൈവസ്വതൻ എന്നു പേരായിട്ടുള്ള മനുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മന്വന്തരത്തിലും ലോകത്തിൻ്റെ അധിപതിമാരെയാണ് മനു എന്ന് പറയണത്. അങ്ങനെ ആ മനുവിൻ്റെ കാലഘട്ടത്തിനെ മന്വന്തരം എന്ന് പറയണു. ഓരോ മനുവിൻ്റെ ഈ കാലഘട്ടത്തിനെ മന്വന്തരം എന്ന് പറയണു. അപ്പം അങ്ങനെ 7ാമത്തെ മനു ആണ് ഈ വൈവസ്വത മനു എന്നാണ് പറയണത്, ഭാഗവതത്തിൽ പറയണത്. അതിന് മുൻപായിട്ട് അനവധി മനുക്കളുടെ 6 മനുക്കളുടെ പേര് പറയുന്നുണ്ട്. സ്വയംഭവ മനു തുടങ്ങിയതായി 6 മനുക്കൾ കഴിഞ്ഞിട്ടാണ് ഈ 7ാമത്തെ മനു വൈവസ്വത മനു ഉണ്ടായിട്ടുള്ളത്. വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുത്രനായിട്ടുള്ള വൈവസ്വതൻ. ആ വൈവസ്വത മനു, വൈവസ്വതനാവുന്ന മനു, ആ മനുവിൻ്റെ ആഖ്യ എന്ന് വെച്ചാൽ പേര്. വൈവസ്വതൻ എന്നു പേരായ മനുവിൻ്റെ പുത്രനായി നഭാഗൻ എന്നുള്ള പുത്രൻ വൈവസ്വത മനുവിനുണ്ടായി. ഒരു പുത്രനല്ല, വേറെയും പല പുത്രന്മാരും ഉണ്ടായിരുന്നു. അതിൽ നഭാഗൻ എന്നുള്ളതായ പുത്രൻ, ആ പുത്രൻ്റെ പുത്രനായി നഭാഗജാതൻ, ആ നഭാഗനിൽ നിന്ന് ജനിച്ചവനായി, അതായത് നഭാഗൻ്റെ പുത്രനായിട്ട് നാഭാഗൻ എന്നുള്ളതായ രാജാവുണ്ടായി. നാഭാഗനാമക നരേന്ദ്രൻ, നാഭാഗൻ എന്നു പേരായ നരേന്ദ്രൻ രാജാവ്. ആ രാജാവിൻ്റെ പുത്രനായി നാഭാഗനാമക നരേന്ദ്രസുത, ആ നാഭാഗൻ എന്നു പേരായ രാജാവിൻ്റെ പുത്രനായി അംബരീഷൻ എന്നുള്ളതായ രാജാവ് ഉണ്ടായിരുന്നു എന്നാണ്. ആ രാജാവ് സപ്താർണവാവൃത മഹീദയിത അപി. സപ്താർണവം 7 സമുദ്രങ്ങൾ, 7 സമുദ്രങ്ങൾ കൊണ്ടും ആവൃതമായ ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപതി ദയിതഃ വെച്ചാൽ ആ മഹിക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ടവൻ എന്നർത്ഥം. അതായത് അതിൻ്റെ മുഴുവൻ നായകനായിട്ട് ആയിരുന്നു, അതിൻ്റെ മുഴുവൻ അധിപതിയായിരുന്നു ഈ അംബരീഷൻ. അങ്ങനെ സപ്താർണവ ആവൃത മഹീദയിതഃ, 7 സമുദ്രങ്ങളാലും, 7 സമുദ്രങ്ങളും 7 ഭൂഖണ്ഡങ്ങളും ഒക്കെയാണ് ഭൂമിയിലുള്ളത് എന്നാണ് പറയണത്. അങ്ങനെ ആ 7 സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപനായിരുന്നു എങ്കിലും, ദയിതനായിരുന്നു എങ്കിലും, എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന് അതുകൊണ്ട് ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് സുഖഭോഗങ്ങളിൽ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അദ്ദേഹം രമിച്ചു, സന്തോഷത്തെ കണ്ടു, ആനന്ദത്തെ കണ്ടു. എന്തിലാണ് അദ്ദേഹം ആനന്ദം കണ്ടത്? ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. എല്ലായ്പ്പോഴും ത്വത്സംഗിഷു, അങ്ങയുടെ സംഘമുള്ളവരിൽ, ഭഗവത് ഭക്തന്മാരിൽ, ത്വത്സംഗിഷു അങ്ങയിൽ സംഘമുള്ളവര്, അതായത് ഭഗവത് ഭക്തന്മാരിലും, ത്വയി ച അങ്ങയിലും, ത്വയി ച മഗ്നമനാഹ മുങ്ങിയ മനസ്സോടുകൂടി. മഗ്നം എന്ന് വെച്ചാൽ ജലത്തിലൊക്കെ മുങ്ങിക്കിടക്കുക എന്നുള്ള അവസ്ഥയിലാണ് മഗ്നൻ എന്ന് പറയുക. അതായത് ഇവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ, മഗ്നമനാഹ, അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ മുങ്ങി കിടന്നിരുന്നത് ഈ ഭഗവാനിലും ഭഗവാൻ ഭക്തന്മാരിലും ആണ് എന്നാണ്. അതായത് മനസ്സ് മുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. സദാസമയവും അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാപരിച്ചിരുന്നത് ഭഗവത് ഭക്തന്മാരിലും ഭഗവാനിലും മാത്രമായിരുന്നു. അപ്പം അങ്ങനെ എപ്പോഴും അദ്ദേഹത്തിന് ഭഗവത് ഭക്തി ഒന്ന് മാത്രമായിരുന്നു ചിന്ത. അങ്ങനെ ഭഗവത് ഭക്തനായിരുന്നു, അത്യധികം ഭഗവത് ഭക്തിയോടുകൂടി. അപ്പോൾ അയാളുടെ വിഷയസുഖങ്ങളിലൊന്നും മനസ്സ് ചലിച്ചിരുന്നില്ല എന്നാണ്. വേറെ ഒന്നിരിക്കും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കാനുള്ളതായ സൗകര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും സപ്താർണവാവൃത മഹീദയിത അഭി, എല്ലാ സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ടതായ ഭൂമിയുടെ മുഴുവൻ അധിപതിയായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭഗവത് ഭക്തന്മാരിലും ഭഗവാനിലും മാത്രം
മഗ്നമായിരുന്നു. അതിനെക്കുറിച്ച് മാത്രം അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു എന്ന് പറയാണ്. സപ്താർണവ ആവൃത മഹീദൈത അപി രേമേ ത്വത്സംഗിഷു ത്വയിച മഗ്നമനാഹ സദൈവ. എല്ലായ്പ്പോഴും വേറൊരു ചിന്തയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സദാ ഏവ എല്ലായ്പ്പോഴും തന്നെ അദ്ദേഹം അങ്ങയുടെ ഭക്തന്മാരിലും അങ്ങയിലും ലയിച്ച മനസ്സോടുകൂടി വർത്തിച്ചു എന്ന്. ഇനി ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്തീവ ദേവ നചിരാദഭൃഥാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവൻ പ്രഭിതതാര സഹസ്രധാരം. ത്വൽപ്രീതയെ അങ്ങയെ പ്രീതിക്ക് വേണ്ടി, അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി, ഭഗവത് പ്രീതിക്ക് വേണ്ടി, ഭഗവാന്റെ പ്രസാദത്തിനു വേണ്ടി സകലമേവ വിതന്വത എല്ലാം തന്നെ ചെയ്യുന്ന, വിതന്വാൻ ചെയ്യുന്നവൻ, തനോതി ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വിതന്വത ചെയ്യുന്നതായ ത്വൽപ്രീതയെ സകലമേവ വിതന്വത അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ഭഗവത് പ്രീതിക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ, ഭഗവത് പ്രീതിക്ക് എന്ന് വെച്ചാൽ സ്വതേ ഭഗവത് പ്രീതി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അല്ലാതെ കണ്ട് ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഭഗവാനിൽ നിന്ന് ഇന്നത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുക എന്നുള്ളതല്ല. ഭഗവത് പ്രീതിക്ക് വേണ്ടി, ഭഗവത് പ്രസാദത്തിനാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ഉണ്ടായിരുന്നത് എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണെങ്കിലും അതുകൊണ്ട് മുഴുവൻ ഭഗവത് പ്രസാദം അല്ലാതെ കണ്ട് വേറെ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഭഗവത് പ്രസാദം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ഭഗവത് പ്രസാദത്തിനായിട്ട് ഭവിക്കുന്നവയായിരുന്നു, ഭഗവത്തിനെ പ്രസാദിപ്പിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ. അങ്ങനെ ത്വൽപ്രീതയെ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി തന്നെ സകലമേവ വിതന്വത എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ ഭഗവത് പ്രീതിക്കുള്ളതായിരുന്നു, ഭഗവത് പ്രീതി ഉണ്ടാക്കുന്നവ ആയിരുന്നു. അതിന് കാരണമായിട്ടുള്ള പ്രവൃത്തികളെ അദ്ദേഹം ചെയ്യാറുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളതായ അസ്യ അദ്ദേഹത്തിൻ്റെ, ആ അംബരീഷൻ്റെ ഭക്തിയാ ഏവ ഭക്തി ഒന്നുകൊണ്ട് തന്നെ, ആ ഭഗവത് ഭക്തി ആണല്ലോ അദ്ദേഹത്തിന്, അതിലാണ് അദ്ദേഹത്തിന് സന്തോഷം, ആനന്ദം ഉണ്ടായിരുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞു. അങ്ങനെ ആ ഭക്തി കൊണ്ട്, അത്ര അത്യധികമായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നതായ ഈ അംബരീഷൻ്റെ ഭക്തി ഒന്നുകൊണ്ട് മാത്രം, ഭക്തിയാ ഏവ അതുകൊണ്ട് തന്നെ, വേറെ ഒന്നുകൊണ്ടുമല്ല എന്നാണ്. ഭക്തിയാ ഏവ ആ ഭക്തി ഒന്ന് മാത്രം കൊണ്ട്, ഏന അസ്യ യാചനമൃതേ അപി ഭക്തിയൈവ ദേവ, അല്ലയോ ദേവ അങ്ങ് ന ചിരാത് അഭൃഥാ പ്രസാദം, ന ചിരാത് അധികം താമസിയാതെ കണ്ട്, അദ്ദേഹത്തിൻ്റെ ഭക്തി അത്രത്തോളം കേമായിരുന്നു. അപ്പോൾ വളരെ കാലമൊന്നും താമസിച്ചില്ല, അതിൻ്റെ മുൻപ് തന്നെ ഭഗവാൻ അംബരീഷനിൽ പ്രീതനായി സന്തോഷിച്ചു എന്ന് പറയാണ്. ഭക്തിയൈവ ദേവ അല്ലയോ ദേവ, അതായത് പ്രകാശസ്വരൂപനായ അല്ലയോ ഭഗവൻ അങ്ങ് നചിരാത് അഭൃതാഹ പ്രസാദം, നചിരാത് അധികം താമസിയാതെ തന്നെ പ്രസാദം അഭൃതാഹ പ്രസാദത്തെ ധരിച്ചു, പ്രസാദിച്ചു എന്നർത്ഥം. അദ്ദേഹത്തിൽ സന്തോഷിച്ചു, ഈ അംബരീഷനിൽ സന്തോഷിച്ചു. ആര്? ഭഗവാൻ. അങ്ങ് അദ്ദേഹത്തിൽ പ്രസാദിച്ചു, അദ്ദേഹത്തിൽ സന്തോഷിച്ചു. എന്നിട്ട് ആ സന്തോഷം കൊണ്ട്, ഭഗവാന്റെ പ്രസാദം കൊണ്ട് എന്തുണ്ടായി? ഏന യാതൊരു പ്രസാദം കൊണ്ടാണോ, ഏന അസ്യ യാചനമൃതേ അപി അസ്യ ഇവൻ്റെ യാചനം ഇല്ലാതെ തന്നെ, ഇവൻ ചോദിക്കാതെ കണ്ട് തന്നെ, അംബരീഷൻ ഭഗവത് ഭക്തി ഉണ്ടെന്നല്ലാതെ കണ്ട് ആ ഭഗവാനോട് എന്തെങ്കിലും തനിക്ക് യാചിക്കുക, തനിക്ക് വേണമെന്ന വരം ചോദിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് വേണമെന്നില്ലേ. ഭഗവാന്റെ ഭക്തി ഒന്നുകൊണ്ട് മാത്രം സന്തോഷിക്കുന്നതായിട്ടുള്ള അംബരീഷന് ഒന്നും അദ്ദേഹത്തിനോട് യാചിച്ച് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ ഏന യാതൊരു ഭക്തി ഹേതുവായിട്ട് അസ്യ യാചനം ഹൃദേ, ഹൃദയ എന്ന് വെച്ചാൽ കൂടാതെ, വിന എന്നുള്ള അർത്ഥം തന്നെയാണ് ഹൃദയ എന്നുള്ളതിനും. അസ്യ യാചനം ഹൃദേ ഇവൻ്റെ യാചനം കൂടാതെ കണ്ട് തന്നെ, ഇവൻ യാചിക്കാതെ തന്നെ, ചോദിക്കാതെ കണ്ട് തന്നെ, യാചനം ഹൃദേ അഭി അങ്ങനെയായിട്ടും അഭിരക്ഷണാർത്ഥം ഈ അംബരീഷനെ എപ്പോഴും രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് അപകടങ്ങൾ ധാരാളം ഉണ്ടാവാം, ശത്രുക്കൾ ഉണ്ടാവാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നെല്ലാം തട്ടിപ്പറിക്കാൻ മോഹമുള്ളവരുണ്ടാവാം.
അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ അദ്ദേഹത്തിനെ രക്ഷിക്കണം. തൻ്റെ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ ചിന്തകളൊന്നുമില്ല. എങ്കിലും അദ്ദേഹത്തിന് രക്ഷ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സ്വയം അദ്ദേഹം ചോദിക്കാതെ കണ്ട് തന്നെ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിചതാര സഹസ്രധാരം. ഭവാൻ അങ്ങ് ഭഗവാൻ സഹസ്രധാരം 1000 മുനകളോടുകൂടിയ 1000 അഗ്രങ്ങളോടുകൂടിയ ചക്രത്തെ, സുദർശന ചക്രത്തെ പ്രവിചതാര അദ്ദേഹത്തിനായിട്ട് നൽകി. അദ്ദേഹത്തിനായിട്ട് നൽകി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അദ്ദേഹത്തിന് ആവശ്യമുണ്ടായാൽ അവിടെ എത്തിക്കൊള്ളണം എന്നുള്ളതായിട്ട് നിർദ്ദേശം ആ സുദർശനത്തിന് കൊടുത്തു. തൻ്റെ ആയുധമായ സുദർശനത്തിന് അദ്ദേഹത്തിൻ്റെ വേണ്ട പോലെയുള്ളതായ സംരക്ഷണം ചുമതലപ്പെടുത്തിക്കൊണ്ട് നൽകി എന്നാണ്. അസ്യ രക്ഷണം യാചനമൃതേ, അദ്ദേഹത്തിൻ്റെ യാചനം കൂടാതെ കണ്ടു തന്നെ, അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹസ്രധാരം ചക്രം 1000 അഗ്രങ്ങളോടുകൂടിയ മുനകളോടുകൂടിയ തൻ്റെ സുദർശന ചക്രത്തെ പ്രവിചതാര വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ അതിനെ ചക്രത്തിനെ നിർദ്ദേശിച്ചു. അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ചന്ദ്രചക്രത്തെ നിർദ്ദേശിച്ചു എന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. 2 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. വൈവസ്വതാഖ്യമനുപുത്ര നഭാഗജാതനാഭാഗനാമക നരേന്ദ്ര സുതോംബരീഷ സത്പർണവാവൃത ബഹീദയിതോ വിരേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വൈവസ്വതൻ മനുസുതൻ നഭഗന്റെ പുത്രൻ നാഭാഗരാജതനയൻ നൃപനംബരീഷൻ ഏഴാഴി ചൂഴും അവനിക്കുടമസ്ഥനെന്നാൽ നിന്നെ ഭജിച്ചു മനതാരിലുറച്ചു വാണു. ത്വൽപ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്തൈവ ദേവ നചിരാദഭൃഥാ പ്രസാദം യേനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവൻ പ്രവിചതാര സഹസ്രധാരം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ചെയ്യുന്നതൊക്കെ തവ പൂജയതിൻ പ്രസാദം നിൻ ഭക്തിയായ നൃപനിൽ കൃപ വന്നുറങ്ങും. ചോദിച്ചതില്ല അവനെങ്കിലും എൻ്റെ ദേവാ ചക്രത്തെ വിട്ടു പരിരക്ഷ കൊടുക്കുവാനായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.